നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഇപ്പൊ എന്താ ചെയ്യലിന്റെ കുഞ്ഞിനെ കാണാൻ? ഇങ്ങനെ എല്ലാ ദിവസവും അടങ്ങി ഒതുക്കി ഇരുന്ന് തന്നാൽ എന്താ നിനക്ക് കുഞ്ഞിപ്പെണ്ണെ? അപ്പോഴല്ലേ ഉണ്ടക്കണ്ണിങ്ങനെ നീട്ടി എഴുതാൻ പറ്റൂ. ഇതങ്ങനെയല്ല, കണ്ണ് എഴുതാൻ വരുമ്പോഴേക്കും തുടങ്ങും അംഗം വെട്ടല്. ആൾ കുഞ്ഞിന്റെ മുഖത്ത് അല്പം പൗഡർ തൂവിക്കൊണ്ട് പരാതി പറഞ്ഞു. ഇപ്പൊ ചുന്ദരിയായി, ഇനി നീ ഇവിടെ കിടക്ക്, ഞാൻ ഒരുങ്ങാൻ നോക്കട്ടെ. ആൾ പറഞ്ഞുകൊണ്ട് തുറന്നിടുന്ന വാതിലടച്ച് കുറ്റിയിട്ട ശേഷം മുറിയിലെ മരാലമാര തുറന്ന് അതിൽ നിന്നൊരു മുണ്ട് നേരിയത് എടുത്ത് ചുറ്റി. മെറൂൺ കര വരുന്ന നേരിയതും മുണ്ടും അതിനോട് ചേർന്ന മെറൂൺ നിറത്തിലെ ബ്ലൗസുമാണ് അവളുടെ വേഷം. മുടി വൈകിട്ട് കുളിച്ചുകൊണ്ട് കുളിപ്പിന്നിലിട്ടിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ചുവന്ന വട്ടപ്പൂട്ടും തൊട്ട് അല്പം പൗഡർ മുഖത്ത് തേച്ചുകൊണ്ട് അവൾ ബെഡിൽ തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞിനെ കൈനീട്ടിയെടുത്തു. നമുക്ക് പോവാം. അവൾ തന്റെ കാതിലെ ജിമിക്കൽ പിടിച്ചു കളിക്കുന്ന കുഞ്ഞിനോടായി ചോദിച്ചുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സമയാവറായി കുഞ്ഞിത്തുമ്പി, നമ്മൾ വൈകി, ഇനി ദീപാരാധന കഴിഞ്ഞ് വരാൻ പറ്റൂ. ആൾ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് നടുത്തളത്തിലേക്ക് വന്നവൻ കാണുന്നു അവിടെ വട്ടം കൂടിയിരുന്ന ഓരോന്നും പറഞ്ഞിരിക്കുന്നവരെയാണ്. എങ്ങോട്ടായി ഈ നേരത്തെ ഒരുങ്ങിക്കെട്ടി? സൗദാമിനെ അവളെ കണ്ണും ചോദിച്ചു. അത് ക്ഷേത്രത്തിലേക്ക്. അവൾ അവരോട് മറുപടി പറഞ്ഞു. 6 മണി കഴിഞ്ഞു, ഇപ്പോഴാണോ നിനക്ക് പോവാൻ സമയമായത്? നന്ദിക അവളോട് ദേഷ്യത്തിൽ ചോദിച്ചു. ക്ഷേത്രത്തിലേക്കല്ലേ, തടയണ്ട, അവള് പോയി വരട്ടെ. സൗദാമിനി പറഞ്ഞു. നീല അവരെ നന്ദിയോടെ നോക്കി. പോകുന്നൊക്കെ കൊള്ളാം, നേരത്തിന് തിരികെ വന്നേക്കണം. നിന്നെ അന്വേഷിച്ചു വരാനൊന്നും ഇവിടെ ആരുമില്ല, സൗദാമിനി പറഞ്ഞു. വന്നോളയില്ല തമ്മി. അവൾ അവരോട് മറുപടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറന്നപ്പോ എന്തൊരു ആശ്വാസം എന്റെ കുഞ്ഞി. അവൾ തന്റെ കയ്യിൽ നിന്ന് ഓരോ കാഴ്ചകൾ കാണുന്ന കുഞ്ഞിയോട് പറഞ്ഞു. കുഞ്ഞു വഴിയിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ചുവന്ന ചെമ്പരത്തി മരത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒച്ച വെച്ച്. എന്നിട്ട് എന്തിനാ എന്റെ കണ്ണും തെറ്റി അത് വായിടാനല്ലേ? വേണ്ട, ഞാൻ പൊട്ടിച്ചേരില്ല. അവൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കുഞ്ഞിനോട് ചുണ്ടൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞവളുടെ കയ്യിൽ നിന്ന് അത് കയ്യെത്തിച്ച് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. കിട്ടാതെയായതും ആളുടെ മുഖത്ത് കാർമേഘം വന്ന് മൂടി. അടുത്ത നിമിഷം ആള് ചിണുങ്ങി തുടങ്ങി. എന്റെ കുഞ്ഞി, നിനക്കിപ്പോ വാശിത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. ആ സിംഹത്തിന്റെ കൂടെ നിൽക്കുമ്പോ പതുങ്ങിയിരിക്കുന്ന കാണാലോ. താടിയുള്ളപ്പനെ പേടിയുണ്ടെന്ന് പറയുന്നത് വെറുതെയാ. അവൾ ചോദിച്ചുകൊണ്ട് കയ്യെത്തിച്ച് ഒരു ചെമ്പരത്തി പൂ പറിച്ചെടുത്തു. ഹോൺ മുഴക്കിക്കൊണ്ടൊരു ബുള്ളറ്റ് അവർക്കരിയിലേക്ക് വന്നത് ഒരുമിച്ചാണ്. അവൾ കയ്യിൽ പൂവും പിടിച്ച് തിരിഞ്ഞും കാണുന്നത് തന്നെ ദഹിപ്പിച്ച് നോക്കി ബുള്ളറ്റിൽ ഇരിക്കുന്നവനെയാണ്. അത് കാണാൻ അവൾ പതർച്ചയോടെ അവനിൽ നിന്ന് കണ്ണു വെട്ടിച്ചു മാറ്റി. ആരെ കെട്ടിക്കാനടി പുള്ളേ ഈ നേരത്തെ അമ്പലത്തിലേക്ക് എഴുന്നള്ളത്? അവൻ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. സിംഹഗർജനം തുടങ്ങി. അതെന്താ, ആരെങ്കിലും കെട്ടിക്കാൻ മാത്രമേ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ പാടൂ? ആൾ മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് ഞൊടിഞ്ഞു. ഇനി എന്ത് നോക്കിക്ക, വന്ന് കേറടി കോപ്പേ. അവൻ അവൾക്ക് നേരെ അടുത്ത ചാട്ടം ചാടി. ഞാൻ നടന്നു പോയിക്കോളാം, തമ്പുരാൻ കുഞ്ഞ് പോയിക്കോ. ആൾ അവനെ നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. പിന്നെ ഞാൻ എന്തിനാണ് ഈ പുള്ളിയെ വന്നത്? അവൾ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കാം, മനുഷ്യന്റെ സമാധാനം കളയാൻ. എന്റെ വായിലോട്ട് നോക്കിക്കാ, വന്ന് കേറടി യക്ഷി. അവൻ അവൾക്ക് നേരെ ചാടി കടിച്ചു. അത് കണ്ടത് അവൾ മുഖവും കയറ്റി പിടിച്ച് അവനരികിലേക്ക് നടന്നെടുത്തു. ശേഷം വണ്ടിയിലേക്ക് കയറിയിരിക്കാതെ അവനെ നോക്കി. എന്തേ, ഇനി ഞാൻ നിന്നെ എടുത്തിരുത്തണോ? വണ്ടിയിലേക്ക് കയറാതെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ കഴുത്തിയരിച്ച് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എനിക്ക് അറിയില്ല ഇതിൽ കയറാൻ. അവൾ അവനെ നോക്കി പറഞ്ഞു. ആ കുഞ്ഞിനെ ഇങ്ങ് തന്നിട്ടതേ ഇതിൽ കാലി ചവിട്ടി അങ്ങ് കയറടി, അവൻ പറഞ്ഞു. അതിനിങ്ങനെ ഗർജിക്കുന്നില്ല, മര്യാദക്ക് പറഞ്ഞാലെന്താ, എനിക്ക് ചെവി കേൾക്കില്ലേ? അവൾ ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ പോലെ ചെയ്തു. അവൾ കയറിയിരുന്നോ, അവൻ അവൾ കുഞ്ഞിനെ കൊടുത്തു. അവൾ വേഗം കുഞ്ഞിനുമായി തന്നോട് അടക്കി പിടിച്ചിരുന്നു. മേടിച്ചിരിക്കാനെ പിടിച്ചിരിക്കടി കോപ്പേ. അവന്റെ അടുത്ത ഗർജനം വന്നും അവൾ വേഗം അവന്റെ തോളിൽ പിടിച്ചിരുന്നു. അവൻ കിക്കറടിച്ച് വണ്ടി മുന്നോട്ടെടുത്തും അവന്റെ തോളിലെ പിടി മുറുക്കിക്കൊണ്ടിരുന്നു. എങ്ങനെയുണ്ട് കുട്ടി ഇവിടം? കുട്ടിക്ക് ഇഷ്ടായോ? പൂജാരി അവളുടെ കയ്യിലേക്ക് തീർത്ഥം പകർന്നുകൊണ്ട് അവളെ നോക്കി വാത്സല്യപൂർവ്വം ചോദിച്ചു. ഇതുവരെ ഇഷ്ടക്കേടെന്ന് തോന്നിയിട്ടില്ല, ഇനി തോന്നുമെന്ന് അറിയില്ല. അവൾ ചിരിയോടെ പറഞ്ഞ അയാളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. നിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവ് ഒരു വെറും വരവല്ലാന്ന് എനിക്കും അറിയാം. വെറുതെ കൈമൾ മാഷിനോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടില്ലാലോ. ഉദ്ദേശം എന്തു തന്നെ ആയാലും അത് പെട്ടെന്ന് തീർത്ത് മടങ്ങാൻ നിനക്ക് കഴിയട്ടെ. അയാൾ ഇലച്ചീന്ത അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അത്ര ചെറിയ കാര്യത്തിനല്ല ഞാൻ വന്നിരിക്കുന്നത്, അത്ര ചെറിയ ആളുകളല്ല എനിക്ക് നേരിടേണ്ടത്. എതിർവശത്തുള്ളവരൊക്കെ ശക്തരാ, പക്ഷെ എനിക്ക് ജീവനിൽ ഭയന്ന് തിരികെ പോകാനും വയ്യ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ദൈവം ബാക്കി വെച്ചാൽ അത് മാത്രം. ഇനി മുന്നോട്ട് ജീവിക്കണേ, എനിക്കത് കൂടിയേ തീരും. അതിന് തുണയായി തിരുമേനിയുടെ പ്രാർത്ഥന അനുഗ്രഹം എന്നും എനിക്കൊപ്പം വേണം. അവൾ അയാളെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിന്റെ പക്ഷത്ത് ന്യായമുള്ളിടത്തോളം ദൈവം എന്നും നിന്റെ കൂടെ കാണും കുട്ടിയെ. നീ പതറാതെ മുന്നോട്ട് നീയ വന്ന കാര്യം പൂർത്തിയാക്കി നിനക്ക് വേഗം മടങ്ങാൻ കഴിയട്ടെ. അയാൾ അവളെ നോക്കി പറഞ്ഞു. അവൾ അതിനൊരു പുഞ്ചിരി മടക്കി നൽകി. സൂക്ഷിക്കണം, ആരെയും അത്രയ്ക്ക് അങ്ങ് അടുപ്പിക്കണ്ട. നാളെ നിനക്കൊരാവശ്യം വന്നാ അവരാരും നിന്റെ കൂടെ കാണില്ല. അയാൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. അവൾ അതിനൊന്ന് ചിരിച്ചു. ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും നിന്റെ കൂടെ. അയാൾ അവിടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു.
ആ സമയം തന്നെയാണ് അവന്റെ ബുള്ളറ്റ് പൊടി വർത്തിക്കൊണ്ട് ക്ഷേത്രമുറ്റത്തേക്ക് വന്നു നിന്ന്. അതിന് പുറകിലിരുന്നവളുടെ മുഖം കടന്നലുത്തിയ പോലെ വീർത്തിരിക്കുന്നുണ്ട്. അവൾ പയ്യെ ശ്രദ്ധിച്ച് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അതിന് പുറകിൽ നിന്നിറങ്ങി. ഇനി എന്ത് നോക്കിക്കാടി, പോയി തൊഴുതിട്ട് വാ. അവൻ തനിക്കരികിൽ വന്ന് തന്നെയും നോക്കി നിൽക്കുന്നവളെ കണ്ടതും പറഞ്ഞു. തമ്പുരാൻ കുഞ്ഞ് വരുന്നില്ലേ? അവൾ അവനെ നോക്കാതെ ചോദിച്ചു. എന്തേ, ഞാൻ കൂടെ വന്നാലും നീ അതിനകത്തേക്ക് കയറൂ? അവൻ അവളോട് മറുചോദ്യം ആരാഞ്ഞു. അങ്ങനെയല്ല, ഇത്രയിടം വന്നിട്ട് തൊഴാതെ പോകുന്നത് ശരിയല്ലല്ലോ. ശരിയും തെറ്റൊന്നും ഇല്ലിക്കളെ ചെറിയ തമ്പ്രാട്ടി എന്നെ പഠിപ്പിക്കണ്ട. നിനക്ക് വേണേ നീ പോയി തൊഴുതിട്ട് പാടി. ഏതു നേരം ഇവിടെ ഒന്ന് ഭജനിരിക്കാൻ ഞാൻ സന്യാസവും സ്വീകരിച്ചിട്ടില്ല. അവൻ അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. അപ്പോഴാണ് അവൾ അവന്റെ നെറ്റിലെ മാഞ്ഞു തുടങ്ങിയ ചന്ദനക്കുറി ശ്രദ്ധിക്കുന്നത്. ഓ, ഒരിക്കൽ പോയതാണെന്ന് പറഞ്ഞാൽ പോരെ, അതിനെന്തിനെങ്ങനെ കിടന്ന് കാറുന്നു? അവൾ ഉള്ളിൽ ഞൊടിഞ്ഞു. എന്റെ വായി നോക്കിക്കാ, പോയിട്ട് പാടി. അവൻ ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞു. അവൾ ഞെട്ടിക്കൊണ്ട് കുഞ്ഞിനെയും പിടിച്ച് വേഗം അമ്പലത്തിലേക്ക് നടന്നു കയറി. ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചതും കർപ്പൂരത്തിന്റെ എണ്ണയുടെ എല്ലാ സമ്മിശ്ര ഗന്ധം അവളുടെ നാസികയിലേക്ക് ഇരച്ചു കയറി. അതൊന്ന് നീട്ടി ശ്വസിച്ചതും ഉള്ളിലെ വിഷമങ്ങളെല്ലാം പെയ്തുവർന്ന പ്രതീതിയായിരുന്നു അവൾക്ക്. ഇതുപോലെ എപ്പോഴും മനസ്സിങ്ങനെ ശാന്തമായി ഇരുന്നിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. ആ ദേവി സന്നിധിയിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ വേറെ ചിന്തകളേതും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ സമാധാനമായിട്ടൊരു അന്തരീക്ഷം ഇനിയൊന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് യാതൊരു അറിവുമില്ല. ഒരു കാര്യം മാത്രം അവൾക്ക് ഉറപ്പുണ്ട്. ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ആ സമാധാനം ഒരിക്കലും തന്നെ തേടി വരില്ല. ആ കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാം ഒന്ന് പെട്ടെന്ന് കരക്കടുപ്പിച്ചേക്കണേ ദേവി, ഇല്ലാച്ചാൽ ഞങ്ങൾ രണ്ടിൻ്റെയും കാര്യം കഷ്ടത്തിലാവും. ആൾ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവിയെ നോക്കി അപേക്ഷിച്ചു. ചന്ദനച്ചാർത്തിൽ മുങ്ങി നിന്ന ആ ദേവി വിഗ്രഹം അവളുടെ പ്രാർത്ഥന ഏറ്റുവാങ്ങിക്കൊണ്ട് ചുറ്റിനും തൂങ്ങിയാടുന്ന തൂക്കുവിളക്കിൽ നിന്ന് വീശുന്ന പ്രകാശത്തിൽ കൂടുതൽ ശോഭയിൽ കാണപ്പെട്ടു. കുഞ്ഞവളുടെ കയ്യിൽ നിന്ന് മുന്നിൽ തൂങ്ങിക്കിടക്കുന്ന തൂക്കുവിളക്കിലെ പ്രകാശനാളത്തിലേക്ക് കണ്ടുപിടുത്തിക്കൊണ്ട് നോക്കി. അവളുടെ കൈക്കുള്ളിൽ അനങ്ങാതിരുന്നു. തമ്പായിനെ കാണാൻ വന്നിട്ട് നീ ഇത് എവിടെ നോക്കിക്കാൻ എന്റെ കുഞ്ഞി, തൊഴുതേ നീ? അവൾ കുഞ്ഞിക്കൈ രണ്ടും അടുപ്പിച്ച് വെച്ചു കൊടുത്തുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു. ബോ. കുഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന വിളക്കിലേക്ക് അയച്ചു കൊണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. ആ ബോ. ആളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വലം വെച്ചു. ആ, കൊറേ ആയല്ലോ കുട്ടി നിന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഇന്നുകൂടെ ഇന്ദ്രൻ കുഞ്ഞിനോട് ചോദിച്ചേ ഉള്ളൂ ഞാൻ. പൂജാരി പ്രസാദം വാങ്ങിക്കാൻ തനിക്കരികിൽ വന്ന് ഇന്നോളോടായി ചിരിയോടെ ചോദിച്ചു. തിരുമേനിക്ക് അറിയുന്നല്ലേ ഞങ്ങളുടെ കാര്യം. എനിക്ക് ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇവിടെ എത്തിയതിനും വന്നിരിക്കുന്ന എന്ന് വെച്ച് എപ്പോഴും വരാൻ ഒക്കുന്നിടത്തല്ലല്ലോ ഞാനുള്ളത്. അവളെ അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഒക്കെ എനിക്കറിയാൻ കുട്ടി, ദേവി എല്ലാം കാണുന്നുണ്ട്. അവള് നോയിക്കൂടെ അല്ല. അധിക നാളൊന്നും നിനക്കിവിടെ ഈ കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഉടനെ തന്നെ ദേവി ഇതിനൊരു പ്രതിവിധി കാണും. നീ നോയിക്കോ. എന്നോട് കാണിക്കുന്ന പോട്ടെ, ഈ കുഞ്ഞ് എത്ര വന്നാലും അവരുടെ ചോരയല്ലേ. ഇതിനോട് പോലും ശത്രുത വെച്ച് പുലർത്താന്ന് വെച്ചാ ഞാനില്ലാതിരുന്ന ഇതിന്റെ അവസ്ഥ എന്തായിരുന്നേനെ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഈ വാശിയും ദേഷ്യമൊന്നും അധിക നാൾ പോയില്ല കുട്ടി. എത്ര നാൾ ഇതൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കും അവിടെ ഉള്ളവര്. അത് അവിടെയുള്ളവരെ പറ്റി തിരുമേനിക്ക് അറിയാനിട്ടാ. പാമ്പിന്റെ പകയും മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്നങ്ങളാ അവിടെ ഉള്ളവരിൽ ഭൂരിപക്ഷം. അതിങ്ങനെ നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ കുറയാനൊന്നും പോകുന്നില്ല. പിന്നെ അവിടെ ആകെ മനുഷ്യഗണത്തിൽ പെടുന്ന തമ്പുരാൻ കുഞ്ഞ് മാത്രാ, ബാക്കിയൊക്കെ അസുരക്കൂട്ടങ്ങളാ. ഇതിങ്ങളുടെ ഇടയിൽ തമ്പുരാൻ കുഞ്ഞ് എങ്ങനെ അവിടെ വന്ന് പെട്ടുന്നാ എനിക്കറിയാത്തത്. അവൾ അയാളെ നോക്കി പറഞ്ഞു. ഇന്ദ്രൻ അവന്റെ അമ്മയുടെ സ്വഭാവ, സരസ്വതി തമ്പുരാട്ടിയുടെ അതേ പകർപ്പാവൻ. അയാളൊരു ചിരിയോട് അവളോട് പറഞ്ഞു. ഏയ് മാമി ഇതുപോലെ തന്നെയല്ല, എന്ത് പാവായിരുന്നു. ഇതൊരുമാതിരി സിംഹത്തിന് മാങ്കുഞ്ഞിനുണ്ടായ പോലെയാ. ചില സമയത്തൊക്കെ നല്ല സ്വഭാവം, ചില സമയത്ത് വായിന്ന് വരുന്ന കേട്ടാ പിന്നെ ആ വശത്തേക്ക് നോക്കാൻ തോന്നില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവാ 40 ചെറിയമ്പുരാന്റെ. ആൾ തനിക്കുമ്പിൽ താൻ പറയുന്നെല്ലാം കേട്ട് ചിരിയോടെ നിൽക്കും തിരുമേനിയോടായി പറഞ്ഞു. എന്താണേലും എന്താ, നിങ്ങൾ രണ്ടിനെ അവനിങ്ങനെ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്നില്ലേ കുട്ടി, അത് തന്നെ നിങ്ങളുടെ ഭാഗ്യം. അയാൾ അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു. എന്നോട് മാത്രമേ ചാടി കടിക്കാൻ വരൂ, കുഞ്ഞിനോട് നല്ല സ്നേഹ, എന്നെ മാത്രം കണ്ണിന് പിടിക്കൂല. ഞാൻ എന്ത് ചെയ്തിട്ടാണോ എന്തോ. അവൾ അയാളോട് ചുണ്ടുകുറിപ്പി ചോദിച്ചു. കുഞ്ഞിങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കാം. എന്റെ നീലിക്കുട്ടി എന്ത് ചെയ്തിട്ടാ ഇന്ദ്ര നീ ഇങ്ങനെ അതിനോട് ചാടി കടിക്കുന്നതെന്ന്? എന്താ പോരെ? അയാൾ അവളോട് ചോദിച്ചുകൊണ്ട് കുഞ്ഞിന്റെ കയ്യിലേക്ക് പ്രസാദത്തിലുണ്ടായിരുന്ന ഒരു വലിയ കഷ്ണം കൽക്കണ്ണം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആളത് വേഗം കൈനീട്ടി വാങ്ങി. യോ വേണ്ടാട്ടോ തിരുമേനി, പിന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വരില്ല. ഇപ്പൊ കേൾക്കണേന്റെ ഇരട്ടി കേൾക്കേണ്ടി വരും ഞാൻ. ആൾ പറഞ്ഞുകൊണ്ട് അയാൾ നീട്ടിപ്പിടിച്ച് ഇലച്ചീന്ത് വാങ്ങി. ഓ ആയിക്കോട്ടെ, ഇനി ഞാൻ കാരണം നിനക്ക് കിട്ടുന്ന വഴക്ക് കൂട്ടണ്ട. അയാൾ അവൾ നോക്കി ചിരിയോടെ പറഞ്ഞു. എന്നാ ഞാൻ ഇത്തിരി നേരം കൊളക്കടയിൽ പോയി ഇരിക്കട്ടെ, കൂട്ടുവന്ന ആള് പുറത്തേക്കുന്നുണ്ട്. എപ്പോഴാ ക്ഷമയിട്ട് അകത്തേക്ക് വരാന്നറിയില്ല. അവൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് ചുറ്റമ്പലത്തിന്റെ പുറകുവശം തുറന്നെടുക്കുന്ന വാതിലൂടെ പുറത്തേക്ക് കടന്നു. അതേ നടന്നു പോകുന്നവൾ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഇങ്ങനെ കൽക്കണ്ണം തുടങ്ങിയാലേ പല്ലി മുളക്കുന്നതിന് മുന്നേ തന്നെ പുഴു വരൂട്ടോ എന്റെ കുഞ്ഞിപ്പെണ്ണേ. ആൾ ക്ഷേത്രക്കുളത്തിന്റെ പടകൾ ഓരോന്നായി ഇറങ്ങിക്കൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു. ആളതൊന്നും തന്നോടല്ല പറയുന്നെന്ന മട്ടിൽ കയ്യിലുള്ള എങ്ങനെയൊക്കെയോ കൂട്ടിപ്പിടിച്ച് വായിലേക്ക് വെച്ച് നല്ല നുണയിലാണ്.
അവസാനത്തെ പടവിന് തൊട്ടു മുന്നുള്ള പടവിലിരുന്ന് കുളത്തിലേക്ക് കാറിട്ട് കാലിന് ചുറ്റും കൂടിയ കുഞ്ഞു മീനുകളെ നോക്കിയിരുന്നവൾ പുറകിൽ നിന്ന് ആരുടെയോ സംസാരം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കയ്യിലൊരു കുഞ്ഞിനെയും പിടിച്ച് അതിനോട് വർത്തമാനം പറഞ്ഞു വരുന്നവളെയാണ്. അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്ക് കണ്ണുകൾ പോയതും ആ കണ്ണുകൾ തേടിയതെന്തോ കണ്ടെത്തിയതുപോലെ ഒന്ന് പ്രകാശിച്ചു. എന്തിനു വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണോ ഇത്ര ദൂരം താൻ വന്നത്, ആ ആളിതാ തനിക്ക് തൊട്ടു മുന്നിൽ. അവൾ നീലിയുടെ കയ്യിലിരുന്ന് കൽക്കണ്ണം നുണയുന്ന കുഞ്ഞിനെ കണ്ണിമസിമാ നോക്കി നിന്നു. ആ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നതോറും അവളുടെ മനസ്സിലേക്ക് മറ്റു രണ്ട് മുഖങ്ങൾ കൂടി കടന്നു വന്നു. അവർക്ക് ഇരുവർക്കുമിടയിൽ കണ്ണുകൾ വിടത്തി കിടന്ന കുഞ്ഞുമുഖം അവൾ ഇന്ന് തന്റെ കൺമുമ്പിൽ നേരിൽ കണ്ടു. കുഞ്ഞി. അവളുടെ അധരങ്ങൾ അറിയാതെ തന്നെ ആ പേര് ഉച്ചരിച്ചു. കണ്ണിൽ ഊറിക്കൂടുന്ന നീർക്കണങ്ങൾ അവൾ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ നിയന്ത്രിച്ചു. എന്റെ കുഞ്ഞി, അതാർക്കും വേണ്ട. നീ അത് മുഴുവൻ വായിലേക്ക് തിരികെ കയറ്റല്ലേ പെണ്ണെ, നീ പേടിയാവുണ്ട് കേട്ടോ. നീലി കുഞ്ഞിനോട് പറഞ്ഞവൾ നേരെ നോക്കിയതും കാണുന്നത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവളെയാണ്. അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവൾ നോക്കി വേണോ വേണ്ടേ എന്ന പോലെ ഒന്ന് ചിരിച്ചു കൊടുത്തു. തന്നെ നോക്കി ചിരിച്ചവളെ കണ്ടതും അവൾ ഒരു പുഞ്ചിരി മടക്കി കൊടുത്തുകൊണ്ട് അവൾക്കടുത്തേക്ക് നീങ്ങി. ഹായ്, ഞാൻ ഭുവിക. ഇവിടെ കലാക്ഷേത്രത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വന്ന പുതിയ ടീച്ചറാ. അവൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, പുതിയ ആൾ വരും തിരുമേനി പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്ന് വരും നിരീക്ഷിച്ചില്ല. അവൾ ഭുവിയെ നോക്കി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെയും മടിയിൽ വെച്ച് ആ പടവിലേക്ക് ഇരുന്നു. അവളുടെ കണ്ണ് നീലിയുടെ കയ്യിലിരുന്ന് കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞിൽ തങ്ങി നിന്നു. അവൾക്ക് ആ പഞ്ഞി കുടുക്കിയൊന്ന് മാറോട് ചേർക്കാൻ കൊതി തോന്നി. ആ ഉണ്ട കവിളിൽ കൊതി തീരെ മുത്താൻ തോന്നി. എന്നാൽ തന്റെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ അവർക്കരികിലേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. തനിക്ക് മുന്നിൽ ഇരിക്കുന്നവരുടെ കണ്ണുകൾ കുഞ്ഞിനെ നോക്കുമ്പോഴെല്ലാം തിളങ്ങുന്ന നീലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഏതൊരു വ്യക്തിക്കും കുഞ്ഞുങ്ങളെ കാണുമ്പോഴുള്ള വാത്സല്യമായിട്ടാണ് അവൾക്ക് തോന്നിയത്. ടീച്ചർ എവിടുത്തെ കാര്യ? നീലി അവളോട് ചോദിച്ചു. ആ ചോദ്യമാണ് കുഞ്ഞിൽ നിന്ന് അവളുടെ ശ്രദ്ധ തിരിച്ചത്. എന്താ ടീച്ചർ എവിടുന്നാ വരുന്നേന്ന് അവൾ ചിരിയോടെ ചോദിച്ചു. തൃശ്ശൂര്. അവൾ ചിരിയോടെ മറുപടി നൽകി. അതെയോ, ഇവിടുത്തെ തിരുമേനിയുടെ പരിചയത്തിലുള്ള ആളല്ലേ? അതെ, അവൾ ചിരിയോടെ പറഞ്ഞു. നിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയോ? അവൾ കുഞ്ഞിന്റെ കയ്യിലെ കൽക്കണത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, നാളെ തൊട്ട് തുടങ്ങും. ഇയാളുടെ പേരെന്താ? അവൾ കുഞ്ഞിനെ ശ്രദ്ധയോടെ നോക്കുന്നവളോട് തിരക്കി. ഞാൻ നീലിമ, എല്ലാവരും നീലിന്ന് വിളിക്കും. അവൾ ഭൂയികയെ നോക്കി ചിരിയോടെ പറഞ്ഞു. നീലിയുടെ അടുത്തുള്ളതാ? അല്ല, എൻ്റെ ഇല്ല, ഇവിടെ ഇല്ല. പക്ഷെ ഞാനിപ്പോ ഇവിടെ നാൽപ്പാട്ടില്ലത്താ നിൽക്കുന്നത്. നാൽപ്പാട്ടില്ലക്കാരറിയില്ലേ? അറിയാം, ഒത്തിരി കേട്ടിട്ടുണ്ട്. അവൾ ചിരിയോടെ മറുപടി നൽകി. കേട്ടൊന്നും അത്ര നല്ലതാവാൻ വഴിയില്ലാന്ന് എനിക്കറിയാം. അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ നോക്കി ചിരിക്കുന്നവളോടായി പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ അത്ര നല്ല കഥകളൊന്നുമല്ല ഞാൻ കേട്ടത്. അവളത് സമ്മതിച്ചു കൊടുക്കും പോലെ പറഞ്ഞു. നീല അതിനൊന്നും ചിരിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്റെ പെണ്ണെ മതി കേട്ടോ, ഇനി അത് കളഞ്ഞേ നീ. എന്നിട്ടേ ഇത് ഇത്തിരി കഴിച്ചേ. അവൾ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് ഇലച്ചീന്നിൽ അല്പം പഴമെടുത്ത് ഞെരിച്ചുടച്ച് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഭൂവി ആ കുഞ്ഞി മുഖത്ത് വിരിയുന്ന നവരസങ്ങൾ ഓരോന്ന് നോയിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. പഴം വായിലേക്ക് ചെന്നും ആദ്യം ഒന്ന് മുഖം ചുളിച്ചെങ്കിലും പിന്നെ അത് കഷ്ടപ്പെട്ട് ഇറക്കി. തിരുമേനി കൊടുത്ത ഒരു കഷ്ണം കൽക്കണ്ട കേട്ടോ, അത് കിട്ടിയ പിന്നെ വേറെ ഒന്നും വേണ്ട ആൾക്ക്. നീലി ചിരിയോടെ പറഞ്ഞു. എന്താ അവള് വിളിക്കുക? ഭൂവി കുഞ്ഞിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാതെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, വായിൽ വരുന്ന പേരൊക്കെ വിളിക്കും. നാലും കൂടുതൽ വിളിക്കുക കുഞ്ഞീന്നാ. നീലി കുഞ്ഞിന്റെ വായിലേക്ക് അല്പം കൂടി പഴം വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ആളത്ര പാവാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ, ആള് നല്ല വാശികാരിയാ. ആൾ കുഞ്ഞിനെ മിഴിച്ചിമാ നോക്കിയിരിക്കുന്നവളോടായി പറഞ്ഞു. നീലിയുടെ ആ പറച്ചിൽ കേട്ടതും ആളുടെ ഓർമ്മയിലേക്ക് മറ്റൊരുവന്റെ ശബ്ദം കടന്നു വന്നു. കാണുന്ന പോലെയൊന്നും അല്ലാണ്ട് ഭൂവികള്, നിന്നെ പോലെ നല്ല അസല് വാശികാരിയാ. ആൾ അന്നത്തെ ആ ഫോൺ സംഭാഷണത്തിന്റെ ഓർമ്മയിൽ ഒന്ന് നോവോടെ പുഞ്ചിരിച്ചു. ഞാനൊന്ന് എടുത്തോട്ടെ കുഞ്ഞിനെ? അവളൊരു അപേക്ഷയോടെ നീലിയോട് ചോദിച്ചു. പിന്നെന്താ, ഞാൻ എടുത്തോ. ആൾ കുഞ്ഞിനെ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഭൂവി തന്നെ രണ്ട് കൈ ഉടുത്തിരുന്ന കോട്ടൺ സാരിയും തുടച്ചുകൊണ്ട് ഉള്ളിൽ നിറഞ്ഞ ഹർഷത്തോടെ കുഞ്ഞിനെ കൈ നീട്ടി വാങ്ങിക്കൊണ്ട് മാറോട് ചേർത്തു. തന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടന്ന കയ്യിലെ കൽക്കണ്ട നുണയുന്ന കുഞ്ഞിന്റെ നെറുകയിൽ അവൾ കുറച്ചു നേരം ചുണ്ടുകൾ പതിപ്പിച്ചു വെച്ചു. നീലി നോക്കി കാണുകയായിരുന്നു. ആഗ്രഹിച്ച എന്തോ കയ്യിൽ വന്ന പോലെയുള്ള അവളുടെ മുഖത്തെ സന്തോഷം ഭൂവിക്ക് ആ കുഞ്ഞി ശരീരത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാവാത്ത പോലെ തോന്നി. ആദ്യമായി അനുഭവിച്ചറിയുന്ന അവളിലെ വാത്സല്യ ചൂടിൽ ഒരു കിളിക്കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടക്കുന്നവളെ കാണും തോറും ഭൂവിക്ക് നെഞ്ച് കനത്തു. താൻ ഒരിക്കലും അറിയാതെ പോകുമായിരുന്ന ഒന്നാണ് തന്നോട് ഇന്ന് അത്രയും ചേർന്ന് നെഞ്ചിലൊട്ടിയിരിക്കുന്നത്. അവൾക്ക് ഒരേ നിമിഷവും സങ്കടവും സന്തോഷവും തോന്നി. എന്തിനു വേണ്ടിയാണോ ഇവിടേക്ക് താൻ കാലുകുത്തിയത്, അത് ഇന്നിതാ തന്റെ കൈക്കുള്ളിൽ. അത് ഓർക്കുന്നോറും ആ നിമിഷം അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾക്ക് കുഞ്ഞിനെ എത്ര പൊതിഞ്ഞു പിടിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഈ നിമിഷം തന്നെ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിപ്പിണിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി വിളിക്കാൻ അവൾക്ക് തോന്നി. ടീച്ചർ എവിടെയാ താമസം? നീലി ചോദിച്ചും അവൾ കുഞ്ഞിന്റെ മുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റി അവളെ നോക്കി. ഞാനിവിടുന്ന് കുറച്ച് കിഴക്കോട്ട് മാറിയൊരു വീട്ടിലാ തങ്ങുന്നത്. അവൾ മറുപടി നൽകി. അതെയോ, എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമില്ല. ഞാൻ ആകെ വരുന്നത് ഇങ്ങോട്ടേക്കാ. അവൾ ചിരിയോടെ പറഞ്ഞു.
എന്ന് വരാറുണ്ടോ ഇവിടേക്ക്? അവൾ ആകാംക്ഷയോടെ തിരക്കി. ഏയ്, എന്നും വരാനൊന്നും എനിക്ക് അനുവാദമില്ല. എന്നാലും എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ച വരാൻ ശ്രമിക്കാറുണ്ട്. അവൾ ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും ഭുവിയുടെ മുഖത്തും മങ്ങിയെങ്കിലും അവളത് വിദഗ്ധമായി മറച്ചു. കുഞ്ഞിപ്പെണ്ണിന് ടീച്ചറെ പിടിച്ച മട്ടുണ്ടല്ലോ, പതുങ്ങിയിരിക്കുന്നുണ്ടില്ലേ കള്ളി? അവൾ കുഞ്ഞിന്റെ കവിളൊന്ന് തോണ്ടിക്കൊണ്ട് പറഞ്ഞു. ഭുവി അത് കേട്ടതും ചിരിയോടെ ആ കുഞ്ഞുമുഖത്തേക്ക് നോക്കിയിരുന്നു. നീലി! പുറകിൽ നിന്നുള്ള വിളി കേട്ടതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഭുവി അവൾ നോക്കുന്നിടത്തേക്ക് കണ്ണുകൾ വായിച്ചു. പടവുകൾ ഓരോന്നായി ഇറങ്ങി വരുന്ന ഇന്ദ്രനെ കണ്ടതും അവൾ കയ്യിലിരുന്ന കുഞ്ഞിനെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് തനിയെ വരരുതെന്ന്. അവൻ ആൾക്കൊമ്പിൽ നിന്നുകൊണ്ട് തനിക്ക് മുഖം തരാൻ നിൽക്കുന്നവൾ നോക്കി പറഞ്ഞു. ഞാൻ ഒറ്റക്കല്ലതേ, ടീച്ചറുണ്ട് എന്റെ കൂടെ. അവൾ ഭൂവിയെ ചൂണ്ടി പറഞ്ഞു. അത് കേട്ട ഇന്ദ്രന്റെ ശ്രദ്ധ അവൾക്കരികിൽ കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുന്നവളിലേക്ക് പോയി. അവൻ നോക്കുന്നുണ്ട്. അവളൊന്ന് ചിരിച്ചു കൊടുത്തു. മതി, നീ കുഞ്ഞിനെയും കൊണ്ട് വരാൻ നോക്ക്, നീ പോയിട്ട് വേറെ പണികളാ, അവൻ അവളോടായി പറഞ്ഞു. അത് കേട്ടതും ഭൂവിയുടെ കൈകൾ കുഞ്ഞിലൊന്ന് മുറുകി. നീലി കുഞ്ഞിനെ അവളുടെ കൈകളിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങിയതും അവളുടെ ഉള്ളൊന്ന് വിറച്ചു. അവളിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നീലി അവൾ നോക്കി ചിരിച്ചു. തിരികെ ഒരു ചിരി മടക്കി നിൽക്കാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടി. പോട്ടെ ടീച്ചറെ, പിന്നെ കാണാം. നീലി കുഞ്ഞിനെ അടക്കി പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. കുഞ്ഞിനെയും കൊണ്ട് നടന്നകലുന്ന നീലി അവൾക്കുള്ളിൽ നോവ് നിറക്കുന്ന കാഴ്ചയായി മാറുന്നു അവൾ അറിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നോവ് നിറഞ്ഞു. ഇളവത്തൂർ കോവിലത്തെ ഇളമുറ തമ്പുരാട്ടിയായ ഭൂവിക ദുർഗ എന്താ ഇവിടെ ഈ നാരായണമംഗലത്ത്? നടന്നകലുന്നവരിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നവളോടായി ഇന്ദ്രൻ ചോദിച്ചു. അവൾ ഞെട്ടിലോട് അവനെ തിരിഞ്ഞു നോക്കി. അവൻ അത് തന്നെയല്ലേ ചോദിച്ചെന്ന ആശ്ചര്യത്തിൽ അവൾ ഇന്ദ്രന്റെ മുഖത്തേക്ക് അതേ ഞെട്ടിലോടെ നോക്കി നിന്നു. അവളുടെ മിഴിഞ്ഞ കണ്ണുകളും ആശ്ചര്യം നിറഞ്ഞ മുഖഭാവവും അവന്റെ ചുണ്ടിൽ വളരെ നേരത്തെ ഒരു മന്ദസ്മിതം വിരിയിച്ചു. അവൻ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു. എന്താ ഞെട്ടിയോ താൻ? അവന്റെ ചോദ്യമാണ് അവളുടെ മിഴിഞ്ഞിരുന്ന കണ്ണുകളെ പൂർവ്വസ്ഥിതിയിലാക്കിയത്. ഞെട്ടിയെന്നുള്ളത് ശരിയാ, ഇത്ര പെട്ടെന്ന് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന കരുതിയില്ല. ആളും അവന്റെ കണ്ണുകളിൽ തന്നെ നോട്ടമുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ഇന്ദ്രനൊന്ന് ചുണ്ടോട്ടി ചിരിച്ചു. ഈ വരവ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ, പക്ഷെ ഇങ്ങനെ വളഞ്ഞു മൂക്കിടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നാൽപ്പാട് തറവാട്ടിൽ വന്ന് കാര്യം അവതരിപ്പിക്കാനുള്ള ധൈര്യം പോരായിട്ടാണോ ഇങ്ങനെ ഒരു ടീച്ചറുടെ വേഷം എടുത്തണിഞ്ഞത്? ഇന്ദ്രൻ തന്നെ നോക്കുന്നവളുടെ പരിഹാസ രൂപേണ ചോദിച്ചു. ധൈര്യത്തിന് കുറവൊന്നുമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കാര്യങ്ങൾക്കൊന്ന് പഠിക്കാമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു കൂട്ടിക്കോ. എന്നിട്ട് എന്താണ് നാൽപ്പാട്ടില്ലക്കാരെ പറ്റി ഭൂവിക ദുർഗ പഠിച്ചത്? അവൻ ചിരിയോടെ ചോദിച്ചു. കേട്ടതും പഠിച്ചൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. നാൽപ്പാട്ട് കൊച്ചമ്പരൻ ഒഴികെ ബാക്കിയൊന്നിനെ അടുപ്പിക്കാൻ കൊള്ളിയെന്നാ ഞാൻ അറിഞ്ഞത്. അവളവന് ചിരിയോടെ മറുപടി നൽകി. എന്നിട്ട് എന്ത് തീരുമാനിച്ചു താൻ? എതിർത്ത് നിൽക്കാനോ അതോ തോറ്റ് പിന്മാറാനോ? അങ്ങനെ തോറ്റ് പിന്മാറാൻ കഴിയില്ലല്ലോ എനിക്ക്. പിന്മാറുമായിരുന്നു. അവളെ കൈവശം വെക്കാൻ മാത്രം എന്തെങ്കിലും അർഹത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പിന്മാറിയേനെ. അവൾ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. അതിന് ഇന്ദ്രനൊന്ന് ചിരിച്ചു. കുഞ്ഞി നിങ്ങളുടെ അടുത്തുണ്ടെന്ന കാര്യം അറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. കുറച്ചല്ല, കുറച്ചധികം തന്നെ വൈകിപ്പോയി. ഏട്ടനെ എടുത്തി മരിച്ച വിവരം ഞാൻ അറിഞ്ഞ് 2 ദിവസത്തിന് ശേഷം. ആ സമയം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി മുംബൈയിലേക്ക് പോയതായിരുന്നു. എല്ലാത്തിനും പുറകെ ഓടാൻ അച്ഛനമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞി അവരുടെ കൂടെ ആ തീപിടുത്തത്തിൽ മരിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അവൾ പറഞ്ഞിരുത്തിക്കൊണ്ട് ഇന്ദ്രനെ നോക്കി വീണ്ടും തുടർന്നു. അച്ഛനും അമ്മയും മെന്റലി ഒരുപാട് ഡൗൺ ആയി പോയ സാഹചര്യമായിരുന്നു അത്. അവരുടെ മകനും മരുമകളും കുഞ്ഞൊരുമിച്ച് മരണമടഞ്ഞ് അവർ വല്ലാതെ തളർത്തി. എത്രയ്ക്ക് ഞാൻ കൂടെ എന്നാലും അതൊരിക്കലും നഷ്ടപ്പെട്ടവർക്ക് പകരാവില്ലല്ലോ. അച്ഛനും അമ്മയെ കാണാൻ അവർക്കടുത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് ആ അപകടം നടക്കുന്നത്. അവൾ അന്നത്തെ ഓർമ്മയിൽ മുഴുകിക്കൊണ്ട് പറഞ്ഞു. കൊൽക്കത്ത നഗരം കണ്ട ഏറ്റവും വലിയ തീപിടുത്തം. അതിലിരയായവരിൽ എൻ്റെ ഏട്ടനും കുഞ്ഞും ഏടത്തി ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മരിച്ച 30 പേരുടെ കൂട്ടത്തിൽ അവരുടെ പേരും ടി വിയിൽ എഴുതി കാണിക്കുന്നത് കണ്ടപ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും മരിച്ചവരുടെ കൂട്ടത്തിൽ അവരുള്ള കാര്യം മനസ്സിലായത്. ഉദയക്രിയ ചെയ്യാൻ പോലൊന്നും ബാക്കിയാക്കാതെ എല്ലാ അഗ്നിയിൽ ബന്ധമറന്നു. അത് പറയുമ്പോൾ അവരുടെ കണ്ടമൊന്നിടറി കൺകോണിൽ നീർത്തുള്ളികൾ രൂപം കൊണ്ടു. കുറച്ച് നാളുകൾക്ക് ശേഷം അവിടുത്തെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരികെ പോന്നു. തിരികെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴുണ്ടായ ആക്സിഡന്റിൽ എന്നെ മാത്രം ബാക്കി വെച്ച് അച്ഛനും അമ്മയും കൂടി അവർക്കൊപ്പം അങ്ങ് പോയി. ആളുള്ളിൽ നുരഞ്ഞു വന്ന വിങ്ങലിനെ അടക്കിനിർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവിടുന്ന് റിക്കവറായിട്ട് വരാൻ ഒരുപാട് സമയമെടുത്തു. ഫിസിക്കലി അല്ല, മെന്റലി ഞാൻ വളരെ വീക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒറ്റപ്പെടൽ തീവ്രത അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. എന്തിനാണ് എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കിയെന്ന ചോദ്യം എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. അപ്പോൾ പോലും ആത്മഹത്യ എന്നൊന്ന് എന്നിലേക്ക് കടന്നു വന്നിരുന്നില്ല. തീരെ അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് എല്ലാം വിറ്റുവർക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്ത വന്ന് ആളും ദീർഘമായി നിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞ് ജീവനോടെയുള്ള കാര്യം ഞാൻ അറിയുന്നത്. അതറിഞ്ഞപ്പോൾ തോന്നിയ വികാരം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. സമാധാനം, ആശ്വാസം, സന്തോഷം, സങ്കടം, പുതിയൊരു പ്രതീക്ഷ, അതെല്ലാം ഒരേ സമയം ഞാൻ അനുഭവിച്ചറിഞ്ഞു. അവൾ ജനിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ അവളെ നേരിൽ കണ്ടിട്ടില്ല. ഏട്ടനെ അയച്ചെന്ന് അവർ 3 പേരടങ്ങുന്ന ഫോട്ടോയും
പിന്നീട് നിങ്ങൾ എനിക്ക് പോസ്റ്റ് വഴി അയച്ചു തന്ന ഇപ്പോഴത്തെ അവിടെ ഒരു ഫോട്ടോയും അതുമാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ ഫോട്ടോകളിൽ കണ്ട കുഞ്ഞിൽ നിന്ന് ഇന്നാൾക്ക് ഒത്തിരി മാറ്റം വന്നു. അത് അവൾ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാൻ എനിക്ക് ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കേണ്ടി വരുന്ന വിധത്തിൽ ഇന്നവൾ മാറി. അവൾ ആ ഓർമ്മയിലൊന്ന് ചിരിച്ചു. എനിക്കറിയാം എന്നെ ഇവിടെ എത്തിച്ച നിങ്ങളാണെന്ന്. കുഞ്ഞു ജീവനോടെയുള്ളവരെ ഞാൻ അറിയാൻ കാരണം നിങ്ങളാണ്. അവൾ ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു. ഞാനാണ് ആ വിവരം ഇയാളെ അറിയിച്ചത്. അവൾക്ക് ചുറ്റും ഞാനുള്ളിടത്തോളം അവൾ ആ വീട്ടിൽ സുരക്ഷിതയാണ്. പക്ഷെ അതെൻ്റെ തണലിൽ കഴിയുന്നിടം മാത്രമാണ്. ഗായത്രി അവളെ എന്നെ ഏൽപ്പിക്കുമ്പോൾ അവൾക്ക് 3 മാസം പ്രായമോ. അന്ന് അവളെയും കൂടി ഇങ്ങോട്ട് വണ്ടി കയറുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി എനിക്ക് ഊഹിക്കാമായിരുന്നു. പക്ഷേ അതിനൊരിക്കലും ഇത്രയും ഭീകരമായ മുഖം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കുറച്ചൊക്കെ എനിക്ക് ഞാൻ കേട്ടറിഞ്ഞില്ലെന്ന് ഊഹിക്കാം, അവൾ പറഞ്ഞു. അതിനവനൊന്ന് ചിരിച്ചു. ഇയാൾ കരുതുന്നതിലും ഭീകരമാണ് അവസ്ഥ. ഇപ്പൊ ഇവളെങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയെന്ന് മുറവിളി കൂട്ടുന്നവര് നാളെ നീ അവളിൽ അവകാശം പറഞ്ഞു വന്നാ അവള് വിട്ടെന്നു വരില്ല. അവളെ എന്ത് വില കൊടുത്ത് അവിടെ പിടിച്ചു വെക്കാൻ നോക്കും. അല്ലെങ്കിൽ കുഞ്ഞിനെ അവിടെ നിർത്താൻ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന മുത്തശ്ശിയും ചെറിയമ്മയാ. അവർ ചിലപ്പോൾ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കാൻ സമ്മതിക്കായിരിക്കും. പക്ഷേ മുത്തശ്ശൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അതിന് പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. അതിന് നാൽപ്പാട് ശിവശങ്കരൻ തമ്പിയുടെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ വന്ന എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിന് വേണ്ടിയാ. ആൾ ഗൗരവം നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നാൽപ്പാട് ശിവശങ്കരൻ തമ്പി എതിർത്ത് നിൽക്കാൻ കഴിയോ ഭൂവികാ ദുർഗക്ക്? ഇന്ദ്രൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെ നോക്കി ഗൗരവപൂർവ്വം തിരക്കി. എതിർത്ത് നിൽക്കേണ്ടി വന്ന നിന്നാലല്ലേ ഒക്കൂ. ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടി കയറിയത്. ഈ പോരാട്ടത്തിൽ ഞാൻ ഒറ്റക്കാണെന്നും എനിക്ക് എതിർവശമുള്ളവർ നിസ്സാരക്കാരില്ലെന്നും എനിക്ക് പൂർണ്ണ ബോധമുണ്ട്. ന്യായം എൻ്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയും എന്നിലേക്ക് താനേ വന്ന് ചേർന്നോളൂ. ആ ദേവി തന്നെ എനിക്കതിനുള്ള കരുത്ത് പകർന്നോളൂ. ആ ഒരു തുണ മാത്രം മതി. ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് പതരാതെ മുന്നോട്ട് നീങ്ങാൻ. അവൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞ നിമിഷം തന്നെ ക്ഷേത്രമുറ്റത്തേക്ക് അവന്റെ താറ് പൊടി പറത്തിക്കൊണ്ട് വന്ന് നിന്നു. അവിടെ ആൾത്തിരക്കടുത്ത് കുഞ്ഞിനെയും പിടിച്ച് നിന്നിരുന്നവൾ കാണുന്നത് ഇട്ടിരുന്ന കറുത്ത നിറത്തിലെ ഷർട്ടൂരി അമ്പലത്തിലേക്ക് നടക്കുന്നവനെയാണ്. എന്റെ ദേവി, ഇന്ന് ആ സിംഹത്തിന്റെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കുന്ന മട്ടുണ്ടല്ലോ. അങ്ങാടി തോറ്റേന്റെ അമ്മയോടെന്ന് പറഞ്ഞ പോലെയാ അതിന്റെ കാര്യം. ഞാൻ കാത്തോണേ ദേവി. അവൾ ക്ഷേത്രത്തിലേക്ക് നോക്കണം മനസ്സിൽ പറഞ്ഞു. അവൾ അവിടെ കണ്ടതും അവന്റെ കണ്ണുകൾ തിരഞ്ഞത് അവൾക്ക് തുണവന്നതിനെയാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.